കാനഡയിലെത്തിയ ഞാൻ ഒരു മാസം കൊണ്ട് ചേര ചരുവം വിഴുങ്ങിയതുപോലെയായി. വെയിറ്റ് നോക്കുന്ന യന്ത്രം പോടാ പുല്ലേന്ന് എഴുതി വെച്ചിട്ട് ചോര തുപ്പി ചത്തു. എന്റെ കെട്ടിയോൾ നയൻതാരയിൽ നിന്നും കുളപ്പള്ളി ലീലയായി ആവാഹനം ചെയ്യുന്നതിനു മുന്നേ ബാക്കിയുള്ള ഉയരും കൊണ്ട് ഇവിടത്തെ ജിംനേഷ്യത്തിൽ എത്തിച്ചേർന്നു. അത്ഭുതമെന്ന് പറയട്ടെ, മൂക്കു മുതൽ അങ്ങ് മൂലമറ്റം വരെയുള്ള ശരീരഭാഗങ്ങൾക്ക് മസില് വരാനുള്ള യന്ത്രങ്ങൾ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. വയറിനുള്ളിലെ കൊക്കോപ്പുഴു വിശന്നിട്ട് കടമിഴിയിൽ കമലദളം എന്ന പാട്ടിന് സ്റ്റെപ്പിട്ട പോലെ അപ്പൂപ്പന്മാരെല്ലാം നമ്മുടെ പൽവാർ ദേവന്റെ പഞ്ചായത്തിലുള്ളവരാണെന്ന് തോന്നുന്നു. കാഴ്ചയിൽ കൊപ്രയാട്ടുന്ന ചക്കുപോലെ തോന്നുമെങ്കിലും 90 തികഞ്ഞൊരു കൊച്ചുപയ്യന്റെ നൃത്തനൃത്യങ്ങളാണിവ. മറ്റൊരു തുണിയുടുക്കാത്ത സത്യം എന്നാൽ ജിമ്മ് തുറന്നില്ലെന്നോ നേരത്തെ അടച്ചെന്നോ വീട്ടിൽ ചെന്ന് കള്ളം പറയാനാകില്ല. കാനഡയിലെ മിക്ക ജിമ്മുകളും എല്ലാ ദിവസവും 24 മണിക്കൂറും തുറന്നു പ്രവർത്തിക്കുന്നു. ആ സന്തോഷത്തിന്റെ അലയൊലികൾ ജിമ്മിന്റെ മുക്കിലും മൂലയിലും ഈ കോലത്തിൽ കാണാറുണ്ട്. വന്ന സ്ഥിതിക്ക് അല്പം ഉറങ്ങിയിട്ടാകാമെന്ന് കരുതിയപ്പോഴതാ ദിൽകുഷ് മുറിച്ചു വെച്ചതുപോലെ സിക്സ് പാക്ക് ഉള്ളൊരമ്മച്ചി. പോയി ഗൈസ്, ഉറങ്ങാനുള്ളൊരു മൂടങ്ങ് പോയി. പാലാ സജിയണ്ണനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ചുറ്റുപാടൊക്കെ ഒന്ന് കണ്ണോടിച്ചു. 18 തികയാത്ത പാൽക്കാരൻ പയ്യനെ പീഡിപ്പിച്ച കഥ മസ്തിഷ്കത്തിലൂടെ കയറിയിറങ്ങിപ്പോയി. തിന്നതൊക്കെ എല്ലിന്റെ ഇടയിൽ കയറുമെന്ന് അമ്മ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ ആ പ്രതിഭാസമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാ യന്ത്രങ്ങളിലും ശരീരത്തിന്റെ ഏതു ഭാഗത്തേക്കാണെന്നും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അതും പോരെങ്കിൽ ഈ കോഡൊന്ന് സ്കാൻ ചെയ്താൽ വർക്കൗട്ട് ചെയ്യേണ്ട വീഡിയോയും നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കും. ഇത്തരത്തിലുള്ള കടവാവലുകളെ നോക്കി ചെയ്യാനിരുന്നാൽ വാരിയല് ആമാശയത്തിൽ തറച്ചു കയറി ചത്തുപോകും. നിക്കറിനോട് പോയിട്ട് പിന്നെങ്ങാനും വരാൻ പറ. ഇവിടെ മസിലിനാണ് പ്രാധാന്യമെന്ന് വിളിച്ചോതുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ച. നാട്ടിലെ എല്ലാ കൊതിയുന്നുണയും ഹോൾസെയിലായി മറിച്ചടിക്കുന്ന സ്ഥലം. പോരാത്തതിന് 1 മിനിറ്റിൽ 12 തവണ വെള്ളം കൂടി. എന്റെ അറിവിൽ കുടുംബശ്രീ യൂണിറ്റുകളിൽ പോലും ഇത്രയും ചർച്ചകൾ നടന്നതായി തോന്നുന്നില്ല. മന്തി റൈസിന് മുകളിലിരിക്കുന്ന അൽഫാമിന്റെ പീസു പോലൊരു കലാരൂപം. ഇത് ഏതു ഭാഗത്തെ മസിലിനെന്ന് മാത്രം ചോദിക്കരുത് ഗൈസ്, എനിക്കറിയില്ല. ഇതാണ് മാന്ത്രിക സൈക്കിൾ. ഇതിലിരുന്നു കൊണ്ട് ലോകത്തിലെ ഏത് മരിച്ചിന് തോട്ടത്തിലൂടെയും കണ്ടത്തിലൂടെയും സൈക്കിൾ ചവിട്ടാനാകും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഏതോ മുട്ടൻ കയറ്റം ചവിട്ടി കയറ്റുകയാണെന്ന് തോന്നുന്നു. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കണ്ടിട്ടുണ്ടെങ്കിലും ഇന്തമാതിരി പൈത്യം കാണേണ്ടി വന്ന എന്റെ കിളികൾ ഇനി മടങ്ങി വരില്ല എന്നും പറഞ്ഞ് പോർബന്ദറിലേക്ക് പറന്നുപോയി. യന്ത്രങ്ങളുമായുള്ള മൽപ്പിടുത്ത ശേഷം അടുത്തു വരുന്ന ആൾക്കു വേണ്ടി തുടച്ചു വൃത്തിയാക്കുക എന്നത് നിർബന്ധമാണിവിടെ. ഇത്രയും സാമാനം ഇവിടെ നിരത്തി വെച്ചിട്ടും വെയിറ്റ് വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ മനസ്സു കാണിച്ച ഇവനെ കണ്ട എന്റെ കൃഷ്ണമണി പേടിച്ച് കട്ടിലിനടിയിൽ പോയി ഒളിച്ചിരുന്നു. ആഹാ, നല്ല വെളിച്ചെണ്ണയിൽ വറുത്ത ചിപ്സ്. അടുത്ത കർക്കിടകത്തിന് പോലും വണ്ണം കുറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കോഴിക്കൂട് അടയ്ക്കാൻ മറന്നു എന്ന് തോന്നുന്നു. എല്ലാവരും ഇവിടെ കൊക്കരിച്ച് നടക്കുന്നുണ്ട്. പോരാത്തതിന് കൃത്രിമ ശ്വാസത്തിന്റെ ആദായ വിൽപ്പനയും. രാജ്യം നമുക്കൊരു പ്രശ്നമേ അല്ല. എത്രയും വേഗം ഒരെണ്ണത്തിനെ സെറ്റാക്കി എടുക്കണം. ഇതിനിടയ്ക്ക് ഇതേതാ അമ്മച്ചി? അല്ലെങ്കിൽ വേണ്ട, എനിക്കെന്റെ നയൻതാര മതി. അയ്യോ, ഷോട്ട് മാറിപ്പോയി. നയൻതാര മതി. അങ്ങനെ എന്റെ അരിച്ചാക്കിന് ഒരു പോറല് പോലും ഏൽക്കാതെ ഞാൻ വീട്ടിലേക്ക് മടങ്ങുകയാണ് ഗൈസ്.